അമിനാട്ട ദൈവത്തിനോടൊന്ന് പ്രാർത്ഥിച്ചപ്പം ദേ ഒരു മാങ്ങ കിട്ടിയ മാങ്ങ ആഫ്രിക്കൻ സ്റ്റൈലിലൊന്ന് സെറ്റാക്കി കഴിക്കാമെന്ന് വിചാരിച്ചപ്പം ദേ വേറൊരാൾ പ്ലേറ്റും കൊണ്ട്. ഈ അമിനാട്ട നമ്മുടെ വീട്ടിൽ സഹായത്തിന് നിൽക്കുന്ന ഒരു ചേച്ചിയാണ്, നമ്മുടെ ലച്ചുണ്ണിയാണ് കേട്ടോ ഇതിന്റെ വീഡിയോഗ്രാഫർ. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് കയറുമ്പം കാണുന്ന സീനാണിത്. ഇവിടെ ഉള്ളവരെ നമ്മുടെ ലാംഗ്വേജ് പഠിപ്പിക്കാൻ ഇത്തിരി പാടാണെങ്കിലും നമ്മുടെ ലച്ചുണ്ണി വളരെ കുറച്ച് ദിവസം കൊണ്ട് പുള്ളിക്കാരിയെ ഇംഗ്ലീഷ് പഠിപ്പിച്ചെടുത്തു. ഏതായാലും നമുക്ക് ആഫ്രിക്കൻ സ്റ്റൈലിൽ മാങ്ങ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അങ്ങനെ വീഡിയോഗ്രാഫർ ലച്ചുണ്ണിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇത് മുറിക്കുമ്പോൾ വല്ല പുഴുവിനെയും കിട്ടിയാൽ പിന്നെ മുഴുവൻ അങ്ങോട്ട് പുഴുവിനെ കുറിച്ച് ഐസർച്ച. Imagine you cut it open and then there's just a worm sitting there. You. Seriously. Yeah, it's gonna. Yeah, exactly. You know those If the mango is pears, there. Auntie? Mhm. The pears? Mhm. Yeah, well, we got like 3 once and all of them had that in them, so... And Yeah. if the rainy season is too much, definitely the mangoes will have those kind of thing inside. It's possible. എന്നിട്ട് പുള്ളിക്കാരി അതിന്റെ മുകളിലേക്ക് ഒരു ഇത്തിരി മാഗി മസാല പൊടിച്ചിട്ട്, മാഗി മസാല ഇല്ലാതെ ഈ സിറാലിയോണിൽ ഒരു കളിയും ഇല്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ദേ ഒരു ഇത്തിരി മുളക് പൊടിയും ഒരു നാരങ്ങയും കൂടെ മുറിച്ച് അതിലോട്ട് പിഴിഞ്ഞൊഴിച്ച് എന്നിട്ട് ഒരു ഉരുണ്ട പാത്രത്തിലോട്ടിട്ട് ആഫ്രിക്കൻ സ്റ്റൈലിലൊന്ന് കുലുക്കി. സാധാരണ രീതിയിൽ ഇവരുണ്ടാക്കുമ്പോൾ ഇതിനകത്ത് ഉണക്കമീൻ പൊടിയും കൂടി ഇടുവെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. അങ്ങനെ കുലുക്ക് തുടങ്ങിയതും നമ്മുടെ ക്യാമറ വിമൺ ക്യാമറ എന്നെ ഏൽപ്പിച്ച് കൊതി മൂത്ത് ദേ ഓടി. ഏതായാലും സംഭവം ദേ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ.